അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലി വസ്വഹ്ബി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഉണ്ടാകാറുണ്ട്. ചില ആവശ്യങ്ങൾ നമ്മൾ മറ്റാരോടും പറയാറില്ല. നമ്മുടെ ഹൃദയത്തിൽ മാത്രം സൂക്ഷിക്കുന്ന ചില കാര്യങ്ങളാണ്. അത്തരം സമയങ്ങളിൽ അല്ലാഹുവിലേക്ക് തിരിയുക എന്നതാണ് ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ ആശ്വാസം. ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് ഇതേപോലെയുള്ള ചില ആഗ്രഹങ്ങൾ നേടാൻ വേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നതിനെ കുറിച്ചാണ്. ഇശാ നിസ്കാര ശേഷം ചെയ്യാവുന്ന ഒരു ചെറിയ ദിക്റിനെയും സ്വലാത്തിനെയും കുറിച്ചാണ് പറയുന്നത്. ആദ്യം ഇശാ നിസ്കാര ശേഷം അതേ ഇരുപ്പിലിരുന്ന് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് 19 തവണ ചൊല്ലുക. ശേഷം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ ആലിഹി വസല്ലിം എന്ന് 132 തവണ ചൊല്ലുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ അല്ലാഹുവിനോടുള്ള പ്രതീക്ഷയും വിനയവും ഉണ്ടായിരിക്കണം. നമ്മുടെ ആവശ്യങ്ങൾ അല്ലാഹുവിനോട് ദുആആയി പറയണം. പകൽ മുഴുവൻ തിരക്കുകൾക്ക് ശേഷം രാത്രി വരുമ്പോൾ നമ്മുടെ മനസ്സിന് കുറച്ച് ശാന്തമായ സമയം ലഭിക്കുന്നു. ഇശാ നിസ്കാരം കഴിഞ്ഞ് കുറച്ച് സമയം അല്ലാഹുവിൻ്റെ ദിക്റിനും ദുആക്കുമായി മാറ്റിവെക്കുന്നത് വളരെ നല്ല കാര്യമാണ്. നമ്മൾ അല്ലാഹുവിനെ ഓർക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിനും ആശ്വാസം ലഭിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അല്ലാഹുവിനെ അറിയാം. നമ്മുടെ സന്തോഷവും ദുഃഖവും വിഷമങ്ങളും ആവശ്യങ്ങളും എല്ലാം അവനെ അറിയാം. അതുകൊണ്ട് ദുആ ചെയ്യുമ്പോൾ വലിയ വാക്കുകളുടെ ആവശ്യമില്ല. നമ്മുടെ ഹൃദയത്തിലുള്ളത് സത്യസന്ധമായി അല്ലാഹുവിനോട് പറയുക, ആത്മാർത്ഥമായി ദുആ ചെയ്യുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് 19 തവണ ചൊല്ലുക. ചൊല്ലുമ്പോൾ കഴിയുന്നത്ര ശ്രദ്ധയോടെ ചൊല്ലാൻ ശ്രമിക്കുക. വേഗത്തിൽ എണ്ണിത്തീർക്കുക എന്നതിലുപരി അല്ലാഹുവിനെ ഓർക്കുന്ന മനസ്സോടെയാണ് ചെയ്യേണ്ടത്. ബിസ്മില്ലാ എന്നത് അല്ലാഹുവിൻ്റെ നാമത്തിൽ ആരംഭിക്കുന്നു എന്ന അർത്ഥം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമ്മുടെ എല്ലാ കാര്യങ്ങളിലും അല്ലാഹുവിൻ്റെ സഹായം തേടാം. നമ്മുടെ വീടിനും കുടുംബത്തിനും ഉപജീവനത്തിനും ആരോഗ്യത്തിനും സമാധാനത്തിനും വേണ്ടി ദുആ ചെയ്യാം. നമ്മുടെ മനസ്സിലുള്ള പ്രത്യേക ആഗ്രഹവും അല്ലാഹുവിനോട് പറയാം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ ആലിഹി വസല്ലിം എന്ന് 132 തവണ ചൊല്ലുക. സ്വലാത്ത് ചൊല്ലുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹവും ആദരവും മനസ്സിൽ ഉണ്ടാകട്ടെ. നമ്മുടെ നാവിനെ ദിക്റിൽ മുഴുകിക്കുകയും ഹൃദയത്തെ അല്ലാഹുവിൻ്റെ ഓർമ്മയിൽ നിലനിർത്തുകയും ചെയ്യാം. സ്വലാത്ത് കഴിഞ്ഞ് നമ്മുടെ ആവശ്യങ്ങൾക്കായി ദുആ ചെയ്യാം. പ്രിയപ്പെട്ടവരെ, നമുക്ക് എല്ലാവർക്കും ഓരോ ആഗ്രഹങ്ങളുണ്ട്. ഒരാൾക്ക് നല്ലൊരു ജോലി വേണമെന്നാകാം, പക്ഷേ മറ്റൊരാൾക്ക് കടബാധ്യതയിൽ നിന്ന് മോചനം ലഭിക്കണമെന്നാകാം. കുടുംബത്തിൽ സമാധാനം ലഭിക്കാനും വിവാഹം ശരിയാകാനും പഠനത്തിൽ വിജയിക്കാനും ഇങ്ങനെ ഓരോരുത്തരുടെ ആവശ്യങ്ങൾ വ്യത്യസ്തമാണ്. പക്ഷേ നമ്മുടെ ആവശ്യങ്ങൾ എത്ര വ്യത്യസ്തമായാലും അവയെല്ലാം അറിയുന്ന ഒരേയൊരു ആളാണ് നമ്മുടെ റബ്ബ്. അതുകൊണ്ട് മറ്റാരുടെയും മുമ്പിൽ കൈ നീട്ടുന്നതിന് മുമ്പ് അല്ലാഹുവിൻ്റെ മുന്നിൽ കൈ ഉയർത്തുക. നമ്മുടെ കണ്ണുനീരും നമ്മുടെ വേദനയും നമ്മുടെ പ്രാർത്ഥനയും അല്ലാഹു അറിയുന്നു. ദുആ ചെയ്യുമ്പോൾ ക്ഷമയോടെ കാത്തിരിക്കുക. നമ്മൾ ചോദിച്ച കാര്യം ഉടൻ ലഭിച്ചില്ലെങ്കിൽ ദുആ സ്വീകരിച്ചില്ലെന്ന് കരുതരുത്. അല്ലാഹു നമുക്ക് ഏറ്റവും നല്ലത് അറിയുന്നവനും അതനുസരിച്ച് നമുക്ക് തരുന്നവനുമാണ്. ദുആ ചെയ്യുമ്പോൾ ഒരിക്കലും നിരാശപ്പെടരുത്.
നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ വൈകാം, പക്ഷേ അള്ളാഹുവിൻ്റെ തീരുമാനം ഒരിക്കലും തെറ്റുകയില്ല. നമ്മൾക്ക് മനസ്സിലാകാത്ത പല കാര്യങ്ങളും പിന്നിൽ അള്ളാഹുവിൻ്റെ ഹിക്മത്ത് ഉണ്ടാകാം. അതുകൊണ്ട് ഇന്ന് ദുആ ചെയ്തിട്ട് നാളെ തന്നെ ഫലം കിട്ടിയില്ലെന്ന് കരുതി ദുആ ഉപേക്ഷിക്കരുത്. തുടർച്ചയായി അള്ളാഹുവിനോട് ചോദിക്കുക. നിസ്കാരങ്ങൾ കൃത്യമായി നിർവഹിക്കുക. ഹലാൽ കാര്യങ്ങൾ പാലിക്കാൻ ശ്രമിക്കുക. മാതാപിതാക്കളോട് നന്മ ചെയ്യുക. മറ്റുള്ളവരോട് നല്ല രീതിയിൽ പെരുമാറുക. അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുക. ആരെയും അറിഞ്ഞുകൊണ്ട് ഉപദ്രവിക്കാതിരിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്താൽ തന്നെ നമ്മുടെ ദുആ അള്ളാഹു പെട്ടെന്ന് സ്വീകരിക്കും. നമ്മൾ നല്ലൊരാളായി കഴിഞ്ഞാൽ നമ്മുടെ ദുആ അള്ളാഹു അതിവേഗത്തിൽ സ്വീകരിക്കുന്നതാണ്. യാ അല്ലാഹ്, ഞങ്ങളുടെ ഹൃദയത്തിലുള്ള എല്ലാ നല്ല ആഗ്രഹങ്ങളും നീ അറിയുന്നവനാണ്. ഞങ്ങളുടെ പ്രയാസങ്ങൾ എളുപ്പമാക്കി തരണമേ. ഞങ്ങളുടെ ദുആകൾ സ്വീകരിക്കണമേ. ഞങ്ങളുടെ പാപങ്ങളെ പൊറുക്കണമേ റബ്ബേ. ഞങ്ങളുടെ കുടുംബങ്ങളെ സംരക്ഷിക്കണമേ നാഥാ. ഞങ്ങൾക്ക് ഹലാലായ ഉപജീവനം നൽകണമേ റബ്ബേ. ഞങ്ങളുടെ കടബാധ്യതകൾ തീർക്കാൻ സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ നല്ല വഴികൾ തുറന്നു തരണമേ റബ്ബേ. ഞങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾക്ക് നല്ലത് ഏതാണ് എന്ന് നീ അറിയുന്നവനാണ്. ഞങ്ങൾക്ക് നല്ലതായിട്ടുള്ളത് എളുപ്പമാക്കി തരണമേ. ഞങ്ങൾക്ക് ദോഷമായിട്ടുള്ളതാണെങ്കിൽ അതിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ. ഞങ്ങളുടെ മനസ്സിലെ വിഷമങ്ങളെ നീക്കണമേ റബ്ബേ. ഞങ്ങൾക്ക് ക്ഷമയും സമാധാനവും നൽകണമേ നാഥാ. ഞങ്ങളുടെ ദുആകൾ സ്വീകരിക്കപ്പെടണമേ റബ്ബേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്തും സലാമും ധാരാളമായി ചൊല്ലാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണമേ റബ്ബേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും മേൽ പറഞ്ഞ പോലെ ഇശാ നിസ്കാര ശേഷം അതേ ഇരുപ്പിലിരുന്ന് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് 19 തവണ ആത്മാർത്ഥമായി ചൊല്ലുകയും അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ ആലിഹി വസല്ലം എന്ന് 132 തവണ ആത്മാർത്ഥമായി ചൊല്ലുകയും ചെയ്താൽ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും അള്ളാഹു സ്വീകരിച്ചു തരും. എല്ലാ ഹലാലായ ആഗ്രഹങ്ങളും അള്ളാഹു നടത്തി തരും. അള്ളാഹു എല്ലാവർക്കും ഹലാലായ ആഗ്രഹങ്ങളൊക്കെ നടത്തി തരട്ടെ. ആമീൻ. വീഡിയോ ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇത്തരത്തിലുള്ള ഇസ്ലാമിക വീഡിയോകൾക്കായി നൂറ് ദുആ എന്ന ഇസ്ലാമിക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അസ്സലാമു അലൈക്കും.